ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് പിക്കിൾസ് ആണ്. അതിന് വേണ്ടിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തേക്കുന്ന ഫ്രോസൺ പ്രോൺസ് ആണ്, വിച്ച് വി ഹാവ് ഗോട്ട് ഫ്രം എത്തനിക് സൂപ്പർ മാർക്കറ്റ്. അതിന് ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനമാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടി ചെയ്യുന്നത്. സോ കം ഓൺ. സോ ഈ പ്രോൺസിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ടർമറിക്, ആൻഡ് റെഡ് ചില്ലി, കാശ്മീരി ചില്ലിയാണ്. അപ്പം അതൊരു കണക്കനുസരിച്ച്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നതാണ് अपने देश का नमक, टाटा सॉल्ट. ദാറ്റ്സ് ഓൾ. ഇതിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ അതിനു വേണ്ടി വിൽ യൂസ് എ സ്പൂൺ. അപ്പോൾ വി ഹാവ് മിക്സ്ഡ് ഇറ്റ് thoroughly in a way that എല്ലാം നല്ല രീതിയിൽ കോട്ടായിട്ട്. പിക്കിളിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഞങ്ങൾ എടുത്തേക്കുന്നത് ദീസ് മെനി ഗാർലിക്. ഇത് പീല് ചെയ്ത് വി ഹാവ് ടു സ്പ്ലിറ്റ് ഇൻ ഹാഫ്. പിന്നെ ഇത് ജിഞ്ചർ വിച്ച് ഈസ് chopped really well, chopped into small cubes, you can see. And green chilies. ഒത്തിരി എരിയുള്ള ചില്ലി എടുക്കണ്ട കേട്ടോ, ഒരു നോർമൽ എരിയുള്ള ചില്ലി, അത് നല്ല സ്മോൾ ആയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി ലീവ്സ് ആണ്. സോ വെനെവർ വി ഗെറ്റ് ഇറ്റ്, വി ട്രൈ ടു ഗെറ്റ് ഇറ്റ് ഇൻ ബൾക്ക്, ആൻഡ് ഞങ്ങളിത് ഫ്രീസ് ചെയ്യും. ആൻഡ് വി യൂസ് ഇറ്റ് ഫോർ ലൈക്ക് എ മന്ത്. കാര്യം ഇവിടെ ഒരു ചെറിയ തണ്ട് ഓഫ് കറി ലീവ്സിൻ്റെ പ്രൈസ് ഇസ് അറൗണ്ട് $5. സോ ദീസ് ആർ ദ ഇൻഗ്രീഡിയൻസ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രേറ്റ് വാല്യൂൻ്റെ കോക്കനട്ട് ഓയിലാണ്. ദിസ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം വാൾമാർട്ട്. ദാറ്റ്സ് ദ ബെസ്റ്റ് ചോയ്സ് ദാറ്റ് യു ക്യാൻ ഗെറ്റ്. അപ്പം ഇവിടെ നമ്മളൊരു 4 സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. സോ അവർ marinated konja is ready. So I'm gonna put this into the pan carefully. Okay. അപ്പോൾ നമ്മൾ ഇതിപ്പം ഒരു 2 ബാച്ചായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് കൊഞ്ച് ഒന്നിൻ്റെ മേളിൽ ഒന്ന് വരാൻ പാടില്ല. നമ്മളിത് അനക്കാതെ ഇളക്കാതെ വെക്കുവാണ്. I'm gonna keep put the lid on. ഇത് 8 മിനിറ്റ്സ് കുക്ക് ചെയ്യണം, ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റ്സ്, സോ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ബിക്കം. നമ്മൾ എല്ലാ പ്രോൺസും ഫ്രൈ ചെയ്തെടുത്തേക്കുന്നു. ആൻഡ് സെയിം എണ്ണ തന്നെയാണ് നമ്മൾ ഇനി പിക്കിള് ഇടാനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ കുറച്ച് കടുക്, നമ്മൾ കടുകൊന്ന് പൊട്ടാൻ വെയിറ്റ് ചെയ്യും. കുറച്ച് ഉലുവ. അപ്പം നമ്മുടെ ഉലുവയും കടുകും എല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം നൗ വി ആർ ഗോണ പുട്ട് ദി ഗാർലിക്. ഒരു 1/2 ബൗള് ജിഞ്ചർ, കുറച്ച് പച്ചമുളക്, കുറച്ച് കരിവേപ്പില, നമ്മുടെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പ്, നല്ലപോലെ വഴറ്റണം. ഇത് നമ്മൾ നല്ലപോലെ ഉപ്പെല്ലാം ഇതൊക്കെ പിടിക്കണം. ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം ഇത് വഴലാനായിട്ട്.
ഇത് നല്ലപോലെ ഇതിനകത്ത് തിള വന്നിരിക്കുകയാണ്. അപ്പം തിളച്ച് കഴിയുമ്പം നമ്മൾ നൈസായിട്ട് ഈ സ്റ്റോവ് ഓഫ് ചെയ്യും. ഇതിനകത്ത് ഇച്ചിരി ചാറ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓർക്കും അച്ചാറിനകത്ത് എങ്ങനെ ഈ കറി പോലുള്ളതിന്, പക്ഷേ അതിന് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഈ പ്രോൺസ് ഇതെല്ലാം അങ്ങ് സോക്ക് ചെയ്യും. നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത്, പ്രിഫറബിളി ഒരു ഗ്ലാസ് ജാറിനകത്ത് ഇത് സൂക്ഷിക്കണം. ആൻഡ് ഒട്ടും വെള്ളാംശം ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്പൂണിന് പോലും ആ ഒരു വെള്ളാംശം വരാതെ നമ്മൾ ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാനും അജജനും നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യും. പ്ലീസ് ലീവ് യുവർ കമൻറ്റ്സ്.